ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. സാധാരണ പ്രേതങ്ങളൊക്കെ നമ്മളെ പീഡിപ്പിച്ച് കൊല്ലുക ചെയ്യുക, പക്ഷേ ഇവിടുത്തെ പ്രേതം നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. അത്തരത്തിലൊരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, സ്കാരി 2. അപ്പം നമുക്ക് ഡയറക്റ്റ് മൂവിലോട്ട് കിടക്കാം, വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ദുരാത്മാവ് പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും. പ്രേതബാധ ഒഴിപ്പിക്കാനായിട്ട് അവിടേക്ക് ഫാദറും കൂടെ ഈ വീട്ടിലെ ഫാമിലിയുള്ള ബാക്കി ടീംസും എത്തിയിട്ടുണ്ട്. വന്ന പാടെ പ്രേതബാധ ഒഴിപ്പിക്കുന്നതിന് പകരം എല്ലാവരും ചേർന്ന് താനാനന താനാനന എന്ന് പറഞ്ഞ് ഡാൻസും പാട്ടും കൂത്തും നടത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആത്മാവ് പ്രവേശിച്ച പെൺകുട്ടി തന്നെ വന്നെന്ന്, നിനക്കൊന്നും വേറെ പണിയില്ലടാ, മനുഷ്യൻ്റെ സമാധാനം കളയാൻ വേണ്ടി വാ അടച്ച് മിണ്ടാതിരിക്കേ. ഉടനെ അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്ന് 2 കൊടുത്ത് കട്ടിൽ കൊണ്ടുപോയി അവളെ കിടത്തി. ഇപ്പോൾ അവിടേക്ക് ഒന്നും കൂടി മുതിർന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫാദറും കൂടി പ്രേതത്തെ തളയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഈ 2 ഫാദേഴ്സും ഒരുമിച്ചാണ് അവളുടെ പ്രേതബാധ ഒഴിപ്പിക്കാനായിട്ട് പോകുന്നത്. എന്തുവോ എന്തോ. വീട്ടിലോട്ട് എൻട്രി അടിച്ച ഉടനെ ഫാദർ ആദ്യം വീട് തന്നെ ശുദ്ധീകരിക്കണമെന്നും പറഞ്ഞ് ഹോളി ബുക്ക് എടുത്ത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതേസമയം അവിടെ മുഴുവൻ ഈച്ച വന്ന് പൊതിയാൻ തുടങ്ങി. ഇത് പ്രേതത്തിന്റെ പണിയായിരിക്കുന്ന മനസ്സിലാകും. ഈച്ചകളെയും പ്രേതത്തെയും ഒഴിപ്പിക്കാനായിട്ട് ശക്തിയായിട്ട് ബലമായിട്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തെയാണ് നമുക്ക് കാണിക്കുന്നത്. ഇവിടെ കക്കുസയെ ഹയ്യേ പറ്റിച്ചു. അദ്ദേഹം ശക്തിയായിട്ട് ബലം പ്രയോഗിച്ചത് ഈച്ചകളെയും പ്രേതത്തെയും ഒഴിപ്പിക്കാനായിരുന്നില്ല, ടോയ്ലറ്റിൽ പോകാനായിരുന്നു. നെക്സ്റ്റ് സീനിൽ പ്രേതത്തെ ഒഴിപ്പിക്കാനായിട്ട് ഫാദേഴ്സ് 2 പേരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇതേ സമയം ഫാദേഴ്സിനെ കണ്ടതും 360 ഡിഗ്രിയിൽ അവളുടെ കഴുത്ത് അവൾ തിരിച്ച് ഒരു ഷോ അങ്ങ് കാണിക്കും. അത് കണ്ടതും ഇവർക്ക് പേടിയൊന്നാകില്ല, എന്നാലും ചെറിയൊരു ഭയം. ചെറിയ ഫാദർ കുരിശെടുത്ത് പ്രാർത്ഥിച്ച് അതിൽ ഉമ്മ വെച്ചതും ഫാദറിന്റെ ചുണ്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചതുപോലെ കുരിശിൽ ഒട്ടിപ്പിടിക്കും. പ്രേതം ഇവരെ ചെവി തല കേൾക്കാതെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ഫാദർ ഒരു മിഠായി എടുത്ത് അവളുടെ വായിലിട്ട് കൊടുക്കും. ഇവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് പ്രേതബാധ ഒഴിപ്പിക്കാൻ നോക്കും. അതേസമയം പ്രേതം നിന്റെ അമ്മ എൻ്റെ കൂടെയുള്ളതെന്ന് ചെറിയ ഫാദറിനോട് പറയും. ഉടനെ ഫാദർ അമ്മ പ്ലീസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോ. ഫാദറിന്റെ അമ്മ അവളുടെ കൂടെ കട്ടിൽ പുതച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ സ്ത്രീ അവിടുന്ന് എഴുന്നേറ്റ് പോകും. ഇന്നേരം അവൾ നാവ് നീട്ടി നീട്ടി ഇവരെ പേടിപ്പെടുത്തും. ഇത് കണ്ട മുതിർന്ന ഫാദർ കൊഞ്ഞലം കുത്തി കാണിക്കും. ഫാദർ നമ്മൾ കൊഞ്ഞലം കുത്താനല്ല വന്നിരിക്കുന്നത്, വന്ന പണി നോക്ക്. ഇതേ ടൈം അവൾ ഛർദ്ദിക്കും. ഇത് കണ്ട് ചെറിയ ഫാദർ അവളുടെ ദേഹത്തേക്ക് ഛർദ്ദിക്കും. ഇപ്പോൾ ഇത് രണ്ടും കണ്ട മറ്റേ ഫാദർ ഛർദ്ദിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ 3 പേര് മത്സരിച്ച് ഛർദ്ദിക്കും. മൊത്തത്തിൽ മഞ്ഞ വെള്ളത്തിൽ ഫേഷ്യൽ ചെയ്തതുപോലെ ഇവരുടെ 3 പേരുടെയും മുഖം. ഈ ഒരു സംഭവത്തിന് ശേഷം എല്ലാവരും ഫ്രഷായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. വീണ്ടും ഫാദേഴ്സ് അവളെ ഒഴിപ്പിക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കം ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് അവരെ നോക്കി അവൾ അട്ടഹാസിക്കും. അതേസമയം ഫാദേഴ്സ് എന്തോ ഒന്ന് അവളെ കാണിക്കും. അത് കണ്ടതും അവളൊന്ന് ഭയക്കും. അവിടെ സീൻ കട്ട് ചെയ്താൽ 1 വർഷത്തിന് ശേഷം ഒരു കോളേജ് കാണിക്കുന്നുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പാളും ടീച്ചറും കൂടി ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് കുട്ടികളെയും ഒരു വീടും തിരഞ്ഞെടുത്തിട്ടുണ്ട്. കുട്ടികളോട് ആ വീട്ടിലേക്ക് വരാൻ ഇവർ പറയും. എക്സ്പെരിമെന്റിന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഗ്രേഡ് കൊടുക്കാമെന്ന പ്ലാനിലാണ് ഇവരെ. അതും വിശ്വസിച്ച് നമ്മുടെ ഹീറോയിൻ അടക്കം അവരുടെ ടീമിലെ എല്ലാവരും ആ വീട്ടിലേക്ക് വരും. ആ വീട്ടിൽ ഒരു വേലക്കാരനുണ്ട്. അവൻ്റെ ഒരു കൈക്ക് ചലനശേഷി കുറവാ. കൂടാതെ മറ്റേ കൈ അപേക്ഷിച്ച് നോക്കിയാൽ ഈ കൈ വളരെ ശോഷിച്ച കൈയാ. അവൻ ഇവളെ കണ്ട മാത്രം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളുടെ സൂട്ട് കേസ് എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെച്ച് അവൾ അവിടെ സെറ്റാക്കും. കാര്യം ഒരു കൈ അങ്ങനെയാണെങ്കിലും ആളൊരു വില്ലാളി വീരനാ. ഇവിടെ പ്രിൻസിപ്പാളും ടീച്ചറും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ക്യാമറ വഴി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലിരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിൻസിപ്പാൾ വന്ന പാടെ ആ വായ നോക്കി ഇവർ കുളിക്കുന്ന ബാത്റൂം ഏത് TV കാണാൻ പറ്റുമെന്നാണ് കേൾക്കുന്നത്. അതേസമയം അവിടേക്ക് വേലക്കാരൻ വരും. ഫുഡ് കുറച്ച് സമയത്തിനുള്ളിൽ റെഡിയാകും, എല്ലാവരും വേഗം വായുമെന്ന് പറയും. ഇവരൊരു തത്തയെ വളർത്തുന്നുണ്ട്. അത് ഇവരെക്കാളും മോശം പ്രിൻസിപ്പാളിന്റെ അപ്പനാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വലിയൊരു വായ നോക്കിയ ആ പൈനാപ്പിൾ തലയിൽ തത്തയുടെ വായിൽ നിന്ന് വരുന്ന മധുരമായ വാക്കുകൾ കേട്ട് അതിശയിക്കും. പെൺവിഷയത്തിൽ ഈ തത്തയെ അവൻ്റെ ഗുരുവാക്കണം അവൻ്റെ ആഗ്രഹം. അത്രയ്ക്കും വലിയ പണ്ഡിതനാണെന്നേ. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ടേബിളിൽ വന്നിരിക്കും. ഈ ബ്രെഡ് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് ആ വേലക്കാരൻ നൈസായിട്ട് അവൻ്റെ ആ കൈ വെച്ച് തലയിൽ ചൊറിയും, കക്ഷത്തിലും പിന്നെ വേണ്ട എല്ലാ ബോഡി പാർട്സിലും ചൊറിയും. ഇത് കണ്ട് എന്നും പറഞ്ഞ് അവർ ഈ ബ്രെഡ് തുപ്പും. നെക്സ്റ്റ് എന്തൊരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഈ കൈ വെച്ച് നല്ലപോലെ ഇളക്കി ടേസ്റ്റ് നക്കി നോക്കി ഇവർക്ക് സപ്ലൈ ചെയ്യും. അതും ഇവർ വേണ്ടെന്ന് പറയും. അവസാനം അയാൾ ഉണ്ടാക്കിയ ടർക്കി ഫ്രൈ എടുക്കാൻ വരുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ അയ്യോ താൻ എടുക്കണ്ട ഞങ്ങൾ എടുത്തോണ്ടെന്ന് പറഞ്ഞ് അതെടുക്കാൻ വരും. അതെടുത്ത് അവൻ ടേബിളിൽ കൊണ്ടുവയ്ക്കും. അപ്പോഴും ഇയാൾ ചുമ്മാ ഇരിക്കില്ല. അത് താൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഡെമോ കാണിച്ചു കൊടുക്കും. എങ്ങനെ അയാളുടെ കയ്യും നാവും വെച്ച്.
ഇതോടെ താൻ ഉണ്ടാക്കിയ ഒരു കുന്തവും ഞങ്ങൾ ഇനി കഴിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവിടുന്ന് എഴുന്നേറ്റ് പോകും. അന്ന് നൈറ്റ് നമ്മുടെ ഹീറോയിനും വേറൊരു പയ്യനും കൂടി ആ വീട്ടിൽ ഒരു മുറിയിൽ പോയി അവിടെ മൊത്തം നടന്ന് കണ്ടുവരുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ കാണും. അതിൽ ഈ വീടിന്റെ ഓണേഴ്സ് 2 പേരും കൊല്ലപ്പെട്ടതായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ആ പെണ്ണിനെ നമ്മുടെ ഹീറോയിന്റെ അതേ ഫേസ് കെട്ടാ അതേപറ്റി ഇവർ രണ്ടാളും നല്ല പോലെ ഡിസ്കസ് ചെയ്യും. കൂടാതെ അവിടെ ഇരുന്ന് പെട്ടി തൂക്കി ഇവർ ആ മുറി വിട്ട് എസ്കേപ്പ് ആവും. അത് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പൂച്ച കാണും. ഇപ്പുറത്തെ ഇവരുടെ ഗ്യാങ്ങിൽ ഒരു പെണ്ണ് അന്തം വിട്ട് ഉറങ്ങാം. ഈ ടൈമിൽ ഈ വീട്ടിലെ പ്രേതം അവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. അതിനെ കണ്ട് അവൾ പേടിച്ച് ബഹളം വെച്ച് എല്ലാവരെയും കൂട്ടുന്നു വിചാരിച്ചാൽ നമുക്ക് തെറ്റി. ഇവൾ അതിൻ്റെ പ്രവൃത്തിയിൽ കണ്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. കൂടാതെ നോൺ സ്റ്റോപ്പായിട്ട് അതിനോട് അവൾ സംസാരിക്കാൻ ആരംഭിച്ചു. അയ്യോ, ഈ പെണ്ണിനോട് സംസാരിക്കുന്ന എളുപ്പമില്ലെന്ന് പറഞ്ഞ് അത് അവിടുന്ന് സ്കൂട്ടാകും. അപ്പുറത്ത് നമ്മുടെ ഹീറോയിൻ ആ മുറിയിൽ നിന്ന് ഒരു പെട്ടി തൂക്കിയത് പൂച്ച കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, അത് ഇവളുടെ പിന്നാലെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ഇവളതിനെ എന്നും പറഞ്ഞ് കൊഞ്ചിക്കും. പക്ഷെ പൂച്ച ഇവളെ കൊല്ലാൻ നോക്കും. ഇന്നേരം ഇവൾക്കും പൂച്ചക്കിടയിൽ അടിപിടി നടക്കും. ആ അടിയുടെ അവസാന ഘട്ടത്തിൽ പൂച്ചയുടെ കയ്യിൽ നിന്ന് അവൾക്കൊന്ന് പൊട്ടും. ഇതോടെ അവൾ മയങ്ങി താഴെ വീണു. മയക്കത്തിൽ നിന്നേറ്റ ശേഷം അവൾ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി ഉണ്ടായ കാര്യം പറയും. പൂച്ചയുടെ ശരീരത്തിൽ പ്രേതം കയറിയിട്ടുണ്ട്, അതെന്നെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയും. പക്ഷെ അയാളത് വിശ്വസിക്കില്ല. നീ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തും. ഇവിടെ ഇവരുടെ ടീമിൽ വേറൊരുത്തനെ കാണിക്കുന്നുണ്ട്. അവൻ അല്ലെങ്കിൽ ഒരു അരപ്പിരി ലൂസാ. ഇന്നേരം അവന്റെ മുന്നിൽ നിന്ന് ഒരു ബൊമ്മ പ്രേതം വന്നിട്ടുണ്ടാകും. ഇതേ സമയം അവന്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം കേൾക്കും. എന്താണ് അതെന്ന് വിചാരിച്ച് അവൻ കുനിഞ്ഞ് കട്ടിലിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ അവിടെ ഒരു പ്രേതം ഇവനെ പിടിച്ചു വലിച്ച് കട്ടിലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി വാ നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാന്ന് പറയും. അവിടെ ഇപ്പോൾ ഒരു മൽപ്പിടുത്തം നടക്കുമെന്ന് വിചാരിച്ചാൽ പിന്നെ എന്താ സംഭവിച്ചെന്നറിയില്ല. അയ്യോ രക്ഷിക്കണേ, ഈ കശ്മലന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, കാമവറിയ, കാമപ്രാന്ത എന്നിങ്ങനെയുള്ള ഡയലോഗാ കേൾക്കുന്നേ. വേറൊന്നല്ല, ഈ ചെറുക്കൻ ആ പ്രേതത്തെ തന്നെ ബലാത്സംഗം ചെയ്യാൻ നോക്കിയതാ. അവിടെ ഹീറോയിന് ആ പെട്ടിയിൽ നിന്ന് ഒരു ഡയറി കിട്ടും. അത് ഈ വീടിന്റെ ഓണറിന്റെ ഭാര്യയുടേതാ. അത് വായിച്ചപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. ഈ വീട്ടിലെ ഓണർക്ക് അയാളുടെ ഭാര്യയല്ലാതെ ഈ വീട്ടിലെ വേലക്കാരായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ഇതേ സമയം ആ വീടിന്റെ വാതിൽ തുറന്ന് ഒരു കാറ്റായി ഒരു പ്രേതം അകത്തേക്ക് പ്രവേശിക്കും. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്ക് പഴയ മോഡൽ ഡ്രസ്സ് ധരിച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ട് വരും. അത് ഈ വീട്ടിലെ ഉടമസ്ഥയുടെ ഡ്രസ്സാ. അങ്ങനെ പ്രിൻസിപ്പാളായിട്ട് കലാപരിപാടിയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് അവളുടെ മുഖം ഇവിടുത്തെ ലൂസ് ചക്കൻ്റെ മുഖമായിട്ട് മാറി. ഇത് കണ്ട് അയാൾ അവളെ തള്ളി മാറ്റി. ഇതോടെ താഴെ വീണ അവൾക്ക് ഇപ്പോഴാണ് സ്വബോധം തിരിച്ചു കിട്ടുന്നത്. എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ച് അവൾ നിൽക്കുക. അതേ നേരം ആ മണ്ടനും അവളിട്ട അതേ സെയിം ഡ്രസ്സ് ഇട്ട് പ്രിൻസിപ്പാളിനെ കറക്കാൻ വന്നതാണെന്നാ തോന്നുന്നത്. പ്രേതം അവളുടെ ദേഹത്ത് കയറിയത് കാരണം അവൾ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് വന്നത്. പക്ഷെ മറ്റവൻ അവൻ വേണമെന്ന് വെച്ച് പ്രിൻസിപ്പാളിനെ ട്യൂൺ ചെയ്യാൻ വന്നതാ. ഇവിടെ പൈനാപ്പിൾ തലേൻ അവൻ അടിക്കുന്ന സാധനം എടുത്ത് അവിടെ ഇരിക്കുന്ന ചെടിക്കൊഴിക്കും. ഇപ്പൊ ആ ചെടിയുടെ ഉള്ളിലേക്കും ദുരാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞു. അതൊരു രാക്ഷസ മരം പോലെ വളർന്ന് പന്തലിച്ച് ഇവൻ അതിന്റെ ചില്ലകളാൽ ചുരുട്ടി കൂട്ടിയെടുക്കും. ഒരു വശം കത്തിച്ച് സിഗരറ്റ് വലിക്കുന്ന പോലെ വലിക്കും. ഇതേ സമയം അവിടേക്കെത്തിയ ബാക്കി ടീം മെമ്പേഴ്സ് ചിപ്സ് പാക്കറ്റും മറ്റും കൊടുത്ത് പ്രേതത്തിൽ നിന്ന് അവനെ രക്ഷിക്കും. ഇവിടെ ടീച്ചർ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പ്രേതത്തിന്റെ ശല്യം വല്ലാതെ രൂക്ഷമായിക്കൊണ്ടിരിക്കുക, നമുക്ക് ഈ റിസർച്ച് ഇവിടെ നിർത്തിയിട്ട് പോകാമെന്ന് പറയും. പക്ഷെ പ്രിൻസിപ്പാൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ് നീ കേട്ടാൽ മതിയെന്ന് ഓർഡർ ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കി റിസർച്ചൊക്കെ നടത്തി പതുക്കെ പോകാം. ഇതെല്ലാം ഇവരുടെ ടീമിൽ ഒരു പയ്യൻ ഒളിഞ്ഞു കേൾക്കും. ഇവൻ ഉടനടി മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ഇതേപ്പറ്റി പറയും. ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഈ വീടിന്റെ കീ കിട്ടണം. അതാണെങ്കിൽ ടീച്ചറുടെ കയ്യിലാണ്. അത് മേടിക്കാനായിട്ട് അവർ പ്ലാൻ എ ബി എന്നിങ്ങനെയുള്ള പദ്ധതികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇന്നേരം ഇതിലൊരു പെണ്ണ് കീ ടീച്ചറുടെ കയ്യിൽ നിന്ന് അട്ടിച്ചു മാറ്റാനായിട്ട് ടീച്ചറായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. ആ ഒരു സ്നേഹത്തിൻ്റെ ഇടയിൽ ടീച്ചർ അറിയാതെ കീ എടുത്ത് അവളോടും. ഇതേ നേരം നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെ കൂടെ ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. വളരെ സുന്ദരിയായ പെൺകുട്ടി. ഒന്നും കൂടി ക്യാമറ അവൾ ഫോക്കസ് ചെയ്ത് കാണിച്ചാൽ അതൊരു യക്ഷിയ. ഇന്നേരം അവൾ ഒരു ചിരി ചിരിക്കും. ആ അട്ടഹാസം കേട്ട് എല്ലാവരും പേടിച്ച് പതറി വീടിന്റെ ഹാളിൽ വന്നു നിൽക്കും. ഇതേ സമയം ചുറ്റുമുള്ള ജനലും വാതിലെല്ലാം കൊട്ടിയടയും. ഇപ്പൊ അവർക്ക് കുറച്ച് കണ്ണടകൾ കിട്ടും. അത് വെച്ച് നോക്കിയാൽ പ്രേതം ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അത് വെച്ച് രണ്ടാൾക്കാർ ഇപ്പുറത്തെ വശത്തേക്ക് ഓടി. ഹീറോയിനും വേറൊരു ചെറുക്കനും കൂടി മറ്റൊരു സൈഡിലേക്ക് ഓടി. ഇപ്പൊ അവിടെ വന്ന പ്രേതം ഇവരെ രണ്ടാളെയും മിരട്ടും. ഉടനെ ഹീറോയിൻ അവിടുന്ന് ഓടി മറ്റൊരു മുറിയിൽ എത്തിച്ചേരും. അവിടെ വേറൊരുത്തൻ ഓൾറെഡി വന്ന് നിൽപ്പുണ്ട്. എടാ എൻ്റെ പുറകിൽ ഒരു പ്രേതം വരുന്നുണ്ട്. ഇത് കേട്ടപാടെ നിന്നെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാന്നും പറഞ്ഞ് അവളെ ചവിട്ടി പുറത്താക്കി അവൻ കഥ കടക്കും. എടാ ദുഷ്ട, നീയൊക്കെ ഒരു ഫ്രണ്ടാണോടാ സാമദ്രോഹി, ഇനിയും ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് വിചാരിച്ച് അവൾ അവിടുന്ന് ഓടി. പിന്നാലെ അസ്ഥികൂടം അവളെ തുരത്തി ഓടി വരുന്നുണ്ട്. ഇവൾ ഓടി വരുന്ന വഴിയിൽ വേറൊരുത്തി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്.
ഷോ നിനക്ക് വേറെ വഴിക്കെങ്ങാനും ഓടിയാൽ പോരെ, എന്തിനാ ഈ വഴിക്ക് വന്ന്? ഇടിയടി പ്ലീസ്, എന്നെ ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷിക്കേ പ്ലീസ്. എവിടെ പ്രേതം? ഇതോ? ഇത് വെറുമൊരു അസ്ഥിക്കോടല്ലേ എന്നും പറഞ്ഞ് അതിന്റെ കൈയും കാലെല്ലാം അവൾ പറിച്ചെടുക്കും. ഇത് കണ്ട് ഹീറോയിനെ ഹാപ്പിയാകും. അവിടുന്ന് ഇവർ രണ്ടാളും നടന്നു വരുമ്പോൾ ഇവരുടെ ടീമിൽ ഒരുത്തന് ഒരു പ്രേതം മുകളിൽ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ഉടനെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് അവനെ താഴെ ഇറക്കി രക്ഷിക്കും. ഇപ്പുറത്തെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്ന പെണ്ണിനെ യജമാനൻ പ്രേതാണോ അതോ യജമാനത്തി പ്രേതാണോ എന്നറിയില്ല, ചറ പറന്ന് അടിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഈ നോൺ സ്റ്റോപ്പിന്റെ ശല്യം സഹിക്കാനാവാതെ പ്രേതങ്ങൾ വരെ അവളുടെ സംസാരത്തിന് മുൻപിൽ തൂറ്റുപോയി. അതേ ടൈം മുകളിൽ നിന്ന് എന്തോ വീണ് ബോധം പോയി അവൾ താഴെ വീണ് കിടക്കുക. ക്യാമറ ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു കാണിച്ചാൽ ഇവിടെ പൈനാപ്പിൾ തലയൻ അടുത്തേക്ക് യജമാനത്തി പ്രേതം കടന്നു വരും. അവളുടെ മുഖം കണ്ട് ഇവൻ ആന്ന് പറഞ്ഞ കരയും. കുറച്ച് സമയത്തിനുള്ളിൽ പൈനാപ്പിൾ തലനെയും യജമാനത്തെ പ്രേതത്തെയും കാണിച്ചാൽ രണ്ടുപേരും തിരക്കേറിയ ജോലിയിലാണ്. പ്രേതത്തിന്റെ മുഖം കണ്ടാലല്ലേ പേടി തോന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൻ തലയിൽ കവറിട്ട് മൂടിയിട്ടാണ് എൻജോയ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഇനി ഇവിടേക്ക് വന്നാൽ യജമാൻ പ്രേതത്തിന് ടീച്ചർക്കും ഇടയിൽ വഴക്കുണ്ടാക്കും. ടീച്ചർ എടുക്കുന്ന അതേപോലെ പ്രേതവും വീൽ ചെയറിലിരുന്ന് രണ്ടും കൂടി വഴക്കുണ്ടാക്കും. അങ്ങനെ ആ അടിപിടിയുടെ ഒരു ഘട്ടത്തിൽ ടീച്ചറുടെ കയ്യിൽ ഒരു ഗണ്ണ് കിട്ടും. ഗണ്ണ് കിട്ടിയ പടം ഇവൻ ഷൂട്ട് ചെയ്യുമെന്ന് നോക്കിയാൽ ഒരു നീണ്ട പാരഗ്രാഫ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇവൻ വെടിവെക്കാൻ നോക്കുമ്പോഴെല്ലാം പ്രേതം അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ആവും. അങ്ങനെ അടിപിടിയുടെ അവസാന ഘട്ടത്തിൽ രണ്ടുപേരും നേർക്ക് നേർ വീൽ ചെയറിൽ ഭയങ്കര സ്പീഡിൽ പറപ്പിച്ച് വന്ന് ഏറ്റുമുട്ടും. പ്രേതത്തിന് പ്രത്യേകിച്ചൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ മണ്ടൻ ടീച്ചർ നേരെ ജനല് പൊട്ടി താഴേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ അവൻ താഴെ വീണിട്ടുണ്ടാവില്ല, അവിടെ എവിടെയോ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇതേ സമയം ഈ വീട്ടിലെ ജോലിക്കാരൻ അവൻ്റെ നല്ല മനസ്സുകൊണ്ട് അവൻ്റെ നല്ല കൈ കൊടുക്കാതെ മോശം കൈ ഇവന് നേരെ നീട്ടും. സുഭാഷേ കേറി വാടാ, ഞാനാടാ വിളിക്കുന്നത്, കേറി വാടാ. പോടച്ചക്ക, നിന്റെ കക്ഷം ചൊറിഞ്ഞ ഈ കൈ വെച്ച് കയറി വരുന്നതിനേക്കാൾ ഭേദം ചാകുന്നതാണെന്നും പറഞ്ഞ് അവൻ താഴേക്ക് ചാടും. ഇതോടെ അവൻ ക്ലോസ്. ഇപ്പൊ ഈ ഒറ്റക്കൈന് ഒരു പ്രേതം മിരട്ടി വരും. ഇവനും അത് കണ്ട് പേടിച്ചു നിൽക്കാം. അവിടെ സീൻ കട്ട് ചെയ്താൽ ഇപ്പൊ നമ്മുടെ വേലക്കാരുടെ ദേഹത്ത് പ്രേതം കയറിയിട്ടുണ്ട്. അവൻ പൈനാപ്പിൾ തലേനെ പിടിച്ചിരുത്തി തലവെട്ടി തലച്ചോറെടുത്ത് കുക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് നമ്മുടെ 3 സുന്ദരിമാരെ അയാളുടെ ശരീരത്തിൽ പ്രേതം കയറിയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും പ്രേതത്തിൽ നിന്ന് ഇവരെ എല്ലാവരും രക്ഷിക്കണമെന്നും പറഞ്ഞ് ഇവർ 3 ആളും ഫാസ്റ്റായിട്ട് നടന്നു പോകും. ആ പോകുന്ന പോക്കിൽ അവരുടെ ദേഹത്തുണ്ടായിരുന്ന ഓരോ ഡ്രസ്സും മായായി പോകും. 3 സുന്ദരിമാരും 2 പീസിലാണ് നിൽക്കുന്നത്. ഇവരുടെ ലുക്ക് കണ്ട് ഇവര് തന്നെ പേടിക്കും. ചടാപെടാതെ ഓടിപ്പോയി വേറെ ഡ്രസ്സ് ഇട്ട് 3 പേരും വീണ്ടും താഴേക്ക് വരും. വന്ന ഉടനെ പ്രേതബാധ കയറിയ വേലക്കാരനായിട്ട് 3 സുന്ദരികളും ഫൈറ്റ് ചെയ്യും. ഈ പെണ്ണുങ്ങൾ പറന്നു വന്ന അയാളെ, അതായത് ആ പ്രേതത്തെ അടിക്കും. ടീച്ചർ പ്രേതത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരു മെഷീൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഈ പ്രേതത്തെ ഒന്ന് കൊണ്ടുപോയി നിർത്തിയാൽ മാത്രം മതി അതിനെ ഇല്ലാതാക്കാനായിട്ട്. ഫൈറ്റിന്റെ അവസാനം പ്രേതം അയാളുടെ ദേഹത്തുനിന്ന് ഒഴിഞ്ഞ് ഇവരെ കൊല്ലാൻ വരിക. ഇതേ സമയം പ്രേതം സ്റ്റെപ്പിൽ നിന്ന് പതുക്കോന്ന് താഴെ വീണു കറക്റ്റ് മെഷീനിൽ വന്ന് നിൽക്കും. നമ്മുടെ ഹീറോയിനും അബദ്ധത്തിൽ മെഷീനിൽ വന്ന് നിൽക്കും. അവളും കൂടി മെഷീനിൽ നിൽക്കുന്ന കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കവര്. അങ്ങനെ ഇരിക്കെ ഇവരിൽ ഒരുത്തൻ ഒടുക്കത്തെ സ്പീഡിൽ ഓടി വന്ന് അവളെ അതിൽ നിന്ന് രക്ഷിക്കും. അതേസമയം ഇവിടെ ബട്ടൺ ഞെക്കിയതും ആ യജമാനന്റെ പ്രേതം മെഷീനിൽ നിന്ന് ഇവിടുന്ന് പരലോകത്തേക്ക് ടിക്കറ്റും കിട്ടി പറക്കും. ഇതേ നേരം അവിടേക്ക് പൈനാപ്പിൾ തലയും വരും. അവന്റെ തല പണ്ടെത്തിയതുപോലെ തന്നെ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ വേലക്കാരൻ അവന്റെ തല വെട്ടി തലച്ചോറ് കറി വെച്ചതോ എന്നല്ലേ? കഥയിൽ ചോദ്യമില്ല മക്കളെ. ആത്മാവിന് ശാന്തി കിട്ടി, അതായത് നമ്മുടെ യജമാനന്റെ ആത്മാവിന് ശാന്തി കിട്ടി ഇവിടുന്ന് പോയതോടെ ഇവന്റെ തലയും സാധാരണ രീതിയിലായതായിരിക്കാം. നമ്മുടെ ഹീറോയിൻ കുൽസിത കാര്യങ്ങൾ മാത്രം പറയുന്ന തത്തയെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് സീനിൽ കോളേജിലെ ഹീറോയിനും അവളുടെ ഒരു ഫ്രണ്ടും കൂടി നിൽക്കുക. അതേ നേരം ഇവർ തൊട്ടപ്പുറത്ത് ഒരാൾ വന്നു നിൽക്കും. ആരാണെന്ന് നോക്കിയാൽ ദോണ്ടില്ലവൻ, ആ വീട്ടിലെ വേലക്കാരൻ. അവനെ കണ്ടതും ഇവള് ഫ്രണ്ടിനോട് അയ്യോടാ ഇയാളിൽ നിന്ന് എന്നെ രക്ഷിക്കേന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ അവളുടെ ഫ്രണ്ട്. അവൻ ഓടിയ വഴിയിലൂടെ ഒരു പുല്ല് പോലും മുളക്കില്ല, അമ്മാതിരി ഓട്ട അവൻ ഓടിയത്. ദൈവമേ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കി അവൾ നിൽക്കുന്ന നേരം നടു റോട്ടിൽ നിൽക്കുന്ന അവനെ ഒരു വണ്ടി വന്ന് ഇടിച്ച് തെറിപ്പിച്ചു പോകും. ആരാതെന്ന് നോക്കിയാൽ പൈനാപ്പിൾ തലയൻ. പൈനാപ്പിൾ തലേൻ്റെ കൂടെ ഇന്നും യജമാനത്തി പ്രേതം റൊമാൻസും കാണിച്ച് ചുറ്റിക്കറങ്ങാം തലയിൽ കവറിട്ട് മൂടിയിട്ട്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ബായ്.